സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരെല്ലാം. നിയമങ്ങൾ പാലിക്കുവാനായിട്ട് മനുഷ്യൻ മടിക്കുന്നത് തന്നെ അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയാണ്. സ്വാതന്ത്ര്യത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് കവി തന്നെ ഇപ്രകാരം പാടിയിട്ടുണ്ട്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അപ്പൊ സ്വാതന്ത്ര്യം തന്നെ അമൃത പോലെയാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം തീർച്ചയായിട്ടും നരക തുല്യമാണ്. പാരതന്ത്ര്യം, സ്വാതന്ത്ര്യമില്ലായ്മ, അടിമത്തം മാനികളായ മനുഷ്യർക്ക് മൃതിയേക്കാൾ, മരണത്തെക്കാൾ ഭയാനകം. അതുകൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു. സ്വതന്ത്രരായിട്ട് ജീവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ദൈവവിശ്വാസികളായ മനുഷ്യർക്ക് ദൈവിക മൂല്യങ്ങൾ അനുസരിക്കേണ്ടതായിട്ടും അതനുസരിച്ച് ജീവിതം നയിക്കേണ്ടതായിട്ടുമുണ്ട്. ഈശ്വരനിൽ വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിച്ച ദൈവിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അനുസരിക്കാതെ സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസോടെ ജീവിക്കാമെന്ന് പലരും ചിന്തിക്കുന്നതാണ് ദൈവമില്ല എന്ന ഒരു ചിന്താഗതിയിലേക്ക് നയിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് താത്വികനായിട്ടുള്ള കാറൽ മാർക്സ് ഒരു ദൈവ നിഷേധിയായിരുന്നു. ഭൗതികതയ്ക്ക് മാത്രമേ കാറൽ മാർക്സിന്റെ തത്വചിന്തയിൽ സ്ഥാനമുണ്ടായിരുന്നു. കാറൽ മാർക്സിന്റെ മാതാവ് 1863 ഡിസംബർ മാസത്തിൽ മരണമടയുവാനായിട്ടിടയായിത്തീർന്നു. തന്റെ മാതാവിന്റെ മരണ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ടെലഗ്രാം സന്ദേശം തനിക്ക് കിട്ടിയ താൻ തന്റെ സുഹൃത്തായിരുന്ന ഏംഗൽസിനോട് ഇപ്രകാരമാണ് പ്രതിവചിച്ചത്: ഞങ്ങളുടെ വീട്ടിൽ ഒരാളിന്റെ വിയോഗം കൂടെ വിധി വരുത്തി വെച്ചു, അല്ലാതെ എന്ത് പറയാനാ? തരുണത്തിൽ അമ്മയുടെ വിയോഗത്തെക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ സ്വന്തം കാര്യങ്ങളാണ്. ദൈവത്തിനും ദൈവിക ചിന്തകൾക്കും ജീവിതത്തിൽ പ്രവേശനം നിഷേധിച്ച കാറൽ മാർക്സിന്റെ കുടുംബ ജീവിതം ഇരുൾ നിറഞ്ഞതായി. ലോകത്തിന് പർദീസ വാഗ്ദാനം ചെയ്ത അദ്ദേഹത്തിന് തന്റെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ ദീപം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ദൈവത്തെ നിഷേധിക്കുകയും ഒരു ഭ്രാന്തനായ കഥാപാത്രത്തെ കൊണ്ട് ദൈവത്തെ കൊന്ന് ശവപ്പെട്ടിയിലാക്കി ആണിയടിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുവാൻ നിഷേ എന്ന യുക്തിവാദി തയ്യാർ. പക്ഷേ ആ നിഷേ തന്നെ ഒരു മുഴുഭ്രാന്തനായി 11 വർഷക്കാലം ഇരുമ്പ് ചങ്ങലയിൽ കിടന്ന ശേഷമാണ് വളരെ ശോചനീയമായിട്ട് മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അർത്ഥശൂന്യതയും ദൈവനിഷേധവും തൻ്റെ തത്വശാസ്ത്രത്തിലൂടെ ലോകത്തിന് നൽകിയ ഷോപ്പൻഹോവർ മരണാസന്നനായി കിടക്കുകയായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ അദ്ദേഹം ദൈവമേ എന്ന് അലറി വിളിച്ചുകൊണ്ട്. അത് കേട്ടിട്ട് അടുത്തു നിന്നവർ ചോദിച്ചു: ജീവിതകാലം മുഴുവനും ദൈവത്തെ നിഷേധിച്ചിരുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മരണാവസ്ഥയിൽ ദൈവമേ എന്ന് വിളിച്ചു കരയുന്നത്? ഷോപ്പൻഹോവർ കണ്ണുനീരോടെ ഇപ്രകാരം പ്രതിവചിച്ചു: ഞാൻ വായിച്ചറിഞ്ഞതും എഴുതിയതുമായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾക്കൊന്നും ഈ ഭീകരവേദനയിൽ എനിക്ക് തെല്ലൊരാശ്വാസവും നൽകുന്നില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോഴാണ് അല്പമെങ്കിലും ഒരാശ്വാസം എനിക്ക് ഈ വേദനയിൽ കിട്ടുന്നത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ നമ്മൾ മാന്തുകയാണ്. പ്രശസ്ത തത്വചിന്തകൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബ്രെയിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത നിരീശ്വരവാദിയായ വോൾട്ടയർ തൻ്റെ സുഹൃത്തുക്കളെ ഒരിക്കൽ ഒരു ഡിന്നറിന് വിളിച്ചു. ആ ഡിന്നറിനിടയിൽ നിരീശ്വര ചിന്തകൾ പങ്കുവച്ച തൻ്റെ സുഹൃത്തുക്കളോട് വോൾട്ടയർ ഇപ്രകാരം പറഞ്ഞു: ഈ വക കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് ചർച്ച ചെയ്യേണ്ട. എന്താണ് കുഴപ്പം? സ്നേഹിതർ ചോദിച്ചു. വോൾട്ടയർ പറഞ്ഞു: ഈ വക കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ച എൻ്റെ വേലക്കാർ അത് കേൾക്കും, അതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വ്യതിയാനമുണ്ടാകും. ഞാൻ പറയുന്നത് പിന്നെ അവർ അനുസരിക്കുക എന്ന് തന്നെയല്ല, അത് നമുക്കെല്ലാവർക്കും വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുമുണ്ട്. ഈ പറയപ്പെട്ട ദൈവനിഷേധികളായ യുക്തിവാദികളും നിരീശ്വരവാദികളും എല്ലാം തന്നെ നിരാശ നിറഞ്ഞ് വേദന നിറഞ്ഞ ഒരനുഭവമായിരുന്നു അവരുടെ എല്ലാം ജീവിതാന്ത്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ മ്ലേച്ഛന്മാരായി നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. The fool says in his heart, there is no God. They are corrupt, doing abominable iniquity. നമ്മൾ ഈ കേട്ടതുപോലെ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ എത്ര കോടാനുകോടി നക്ഷത്രങ്ങളും അവയുൾപ്പെടുന്ന ഗാലക്സികളുമൊക്കെ അതിനെല്ലാം നിയന്ത്രിക്കുന്ന
ഒരു സർവശക്തി അതിൻ്റെ പിന്നിലുണ്ട്. ഒരു കോഴിമുട്ട വെള്ളം പോലുള്ള 2 കളറുകളിലുള്ള സബ്സ്റ്റൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ 21 ദിവസം അത് അടവച്ച് വിരിഞ്ഞു വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കോഴിക്കുഞ്ഞായിട്ട് അത് രൂപാന്തരപ്പെടും. അതെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവം. മനുഷ്യൻ ദൈവത്തിൻ്റെ എത്ര മകുടമായിട്ടുള്ള സൃഷ്ടിയാണ്. ആ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഭരിച്ചിരുന്ന പ്രഗത്ഭനായിട്ടുള്ള ദാവീദ് രാജാവ് പറയുന്നത് പോലെ നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഐ വിൽ പ്രൈസ് യു ഓ ഗോഡ് ഫോർ ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഭയങ്കരവും അതിശയപരമായിട്ട് സൃഷ്ടിച്ചിരിക്കുക ദൈവമേ, അങ്ങേ ഞാൻ സ്തുതിക്കും. ഈ ലോക ജീവിതത്തിൽ ഒരു ഐശ്വര്യമായ ജീവിതം നയിപ്പാൻ നമുക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകുന്ന ഒന്നാണ് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. ആ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ്, ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും ജീവിതത്തിൻ്റെ പ്രത്യാശയും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നത്. ആ പ്രത്യാശ അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.